ഇതിൽ ഗുരുത്വത്തിന്റെ മഹത്വവും ഹൃദയഹാരതയും എത്ര മനോഹരമാണെന്ന് നമുക്ക് മുന്നിൽ കാട്ടിത്തരികയാണ് ശ്രീപുരം നേഴ്സറിയുടെ പിഞ്ചോടുകൾ. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഗുരുദക്ഷിണ. അശ്വഹൃദയങ്ങളെ വിശ്വദീപങ്ങളെ അക്ഷരമണിയിലെ ഗുരുഭൂതലേ, മൊഴികളിൽ അഗ്നിയം മിഴികളിൽ സ്നേഹമായി, മൊഴികളിൽ അഗ്നിയം മിഴികളിൽ സ്നേഹമായി, ദൈവം കൊടുത്തിയ തിരിയാണു നിങ്ങൾ. ഇന്നലെ വൈകുന്നേരം സ്കൂൾ വിട്ടു പോകുമ്പോ നീ ആ പള്ളിയുടെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നല്ലോ. അതോ ടീച്ചർ ഇന്നലെ പറഞ്ഞില്ലേ നാളെ വരുമ്പോ ഫാദർ നീ വിളിച്ചോണ്ട് വരണമെന്ന്? അയ്യോ, പള്ളിയിലെ ഫാദറിനെ അല്ല, നിന്റെ ഫാദറിനെ വിളിച്ചോണ്ട് വരാനാണോ പറഞ്ഞത്? ഓ, അങ്ങനെയാണോ? ആ, അത് പോട്ടെ. നിന്റെ ഇന്നത്തെ പരീക്ഷയുടെ പേപ്പർ ഒന്ന് കാണിച്ച്. ഇതെന്തിനു ഒപ്പിച്ചെടുത്തു നീ? 50-ന് 5 മാർക്ക്. അതോ, അത് ഞാൻ കോപ്പി അടിച്ചതാ. എടാ, നീ എന്നാണോ കോപ്പി അടിക്കാതെ? അതോ, ഞാൻ മലയാളം എഴുതിക്കൊണ്ട് വന്നപ്പോ ഇംഗ്ലീഷ് എഴുതാം, ഇംഗ്ലീഷ് എഴുതി വന്നപ്പോ മാത്സ്. എന്തിനാ വെറുതെ പേപ്പർ വെട്ടിക്കളയുന്നത്? നീ പേപ്പർ കാണിച്ച് ഷൈൻ ചെയ്തോടാ. ഈ 5 മാർക്ക് കാണിച്ചോണ്ട് ഞാൻ എന്നാ ഷൈൻ ചെയ്യാനാ? ഷോ, അതല്ലേ ഉപ്പിടത്തില്ലേ, ഉപ്പ്, അതാ. ഓ, അതോ, അത് സൈന് സൈന്. Good morning, teacher. Good morning, children. എന്താ ഇവിടെ ഇത്ര ബഹളം? ടീച്ചറെ, ഈ ജോഡിക്ക് സാറയോട് എന്തോ ഇത്. ഓ, മതി മതി, എല്ലാവരും ഒന്ന് സീറ്റിൽ പോയിരുന്നേ. ആനുവൽ ഡേ പ്രാക്ടീസ് ആയതുകൊണ്ട് ടീച്ചേഴ്സ് എല്ലാവരും തിരക്കിലാണ്. അതുകൊണ്ട് ഇന്ന് എല്ലാ സബ്ജക്റ്റും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. ആദ്യം നമുക്ക് അറ്റൻഡൻസ് എടുക്കാം. സന്ദീപ് ഉണ്ടോ? ഉണ്ട് ടീച്ചർ. ജീവനുണ്ടോ? സന്ദീപിന് ജീവനില്ലെങ്കിൽ പിന്നെ ഇവിടെ എങ്ങനെ വരാനാ? ക്ലാസ്സിലെ ജീവൻ. നന്ദകുമാർ പ്രസന്ന ടീച്ചർ. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു ഇതൊന്ന് ശരിയാക്കാൻ? സഞ്ജിത. എന്തെങ്കിലും ഇട്ടോട്ട് പോകാനാണോ ടീച്ചറെ സഞ്ജി? ഓ, സഞ്ജി അല്ല, ഈ ക്ലാസ്സിലെ സഞ്ജിത. സഞ്ജിത ഡാൻസിന് പോയി. വരുന്നുണ്ടോ? ഞങ്ങൾ വരുന്നില്ല ടീച്ചറോ. എന്റെ ദൈവമേ, ഈ പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റു. ഏതെങ്കിലും ടീച്ചർ ഇവിടെ വന്ന് ഗ്രാമർ എടുത്തായിരുന്നോ? ആരാ എടുത്തോണ്ട് പോയേ? ഞങ്ങള് കണ്ടില്ല ടീച്ചറെ. അതല്ല, മലയാളത്തിന്റെ ഗ്രാമർ. ഇന്ന് നമുക്ക് ഗ്രാമർ പഠിക്കാം. മഞ്ചരിയുടെ ലക്ഷണം പറയുക. എനിക്കറിയില്ല, പാസ്. നന്നായി പാട്ട് പാടും, കാണാനും ഭംഗിയുണ്ട്, ചുറ്റുപാടും അത്ര മോശമൊന്നുമല്ല. മഞ്ചരിക്കുന്നതിന്റെ ലക്ഷണം. ഞാൻ വിചാരിച്ച പാട്ടുകാരി മഞ്ചരിയായിരിക്കും. അടുത്തത് കർത്താവ്, കർമ്മ, ക്രിയ. രാമുവിനെ പശു തൊഴിച്ചു. ഇതിൽ കർമ്മം എവിടെ? അത് രാമുവിന്റെ വീട്ടുവളപ്പിൽ തന്നെ നടക്കും. പശുവല്ലേ തൊഴിച്ചത്. ഇങ്ങനെ പോയാ നിനക്ക് എപ്പോഴാ തൊഴി കിട്ടുന്നേന്നറിയില്ല. അതൊക്കെ പോട്ടെ, ഇനി ഒരു പദ്യം ചൊല്ലും. തിങ്കളും താരങ്ങളും
തിങ്കളും താരങ്ങളും തൂവെള്ളി കതിർച്ചിഞ്ഞും തുങ്കമാം വാനിൻ ചോട്ടിലാണെന്റെ വിദ്യാലയം. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയിലെ. ഇതാണോടാ നിന്റെ ആ മൺവിളക്കം കൊണ്ട് നീ ഇങ്ങോട്ട് വന്നേ. എടാ എവിടെയാടാ മൺവിളക്കൊണ്ടോടാ. അടുത്തത് കനകച്ചിലങ്ക. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടലിൽ കമലതളക്കവിനയിൽ സിന്ദൂരം നടനടന കുലരിമഴ കുഞ്ചൊടിയിൽ പുന്നാരം. ആഹാ പിന്നാരം. ആ പിന്നാരം കൊണ്ട് ഇങ്ങോട്ട് വാ. ഇനിയാണിപ്പോ ഹിസ്റ്ററി പഠിക്കാം. വാസ്കോ ഡി ഗാമ കപ്പലിറങ്ങിയ സ്ഥലം കടപ്പാട്. ആരോട്? എന്നോടോ? കടപ്പാടല്ല ടീച്ചർ, കാപ്പാട്. താജ്മഹൽ പണി കഴിപ്പിച്ചത് ആർക്കു വേണ്ടി? ഞാൻ പറയാം ടീച്ചർ, മുംതാസ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതാര്? പിൻദാസ്. പിൻദാസോ? എടാ ഷാജഹാൻ. ഓഗസ്റ്റ് 15-ന് നമുക്ക് എന്ത് കിട്ടി? അവധിയും കിട്ടി, ലഡുവും കിട്ടി. സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തൂമ്പ. തൂമ്പയല്ല, കോടാലി. തുമ്പയാണ് ടീച്ചർ. ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗം കൺകുരു. ശോ, കൺകുരു അല്ല, കങ്കാരു. അടുത്തത്, പന്ത് മുകളിലേക്ക് എറിഞ്ഞാൽ താഴേക്ക് വരുന്നത് എന്തുകൊണ്ട്? മുകളിൽ കളിക്കാൻ ആളില്ലാത്തോണ്ട്. എന്ത് ചോദിച്ചാലും തർക്കുതരം തന്നെ. വെറുതെ അല്ല ഇനി എല്ലാവരും മണ്ടൻ പോക്കറെന്ന് വിളിക്കുന്നത്. എടാ മക്കളെ, നിങ്ങളെ ഈ വഴക്കു പറയുന്നതും അടിക്കുന്നതും ഒക്കെ നിങ്ങൾ നന്നാവാൻ വേണ്ടിയാണ്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ കുട്ടികളെല്ലാം ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും എന്തിനു പറയുന്നു കളക്ടർ വരെ ആയിട്ടുണ്ട്. എന്നിട്ടും ടീച്ചർ ഇവിടെ തന്നെ. ടീച്ചർ ഇവിടെ കിടന്ന് ഇന്ത്യയുടെ തലസ്ഥാനായതാ, ന്യൂട്ടന്റെ തലയെ വീണ ആപ്പിൾ എങ്ങോട്ടാ തെറിച്ചു പോയത്, ഇതൊക്കെ അന്വേഷിച്ചോണ്ടിരിക്കുക. ഇവിടെ എന്താ ഇത്രയും ബഹളം? കുറച്ചു സമയമായി ഞാൻ ശ്രദ്ധിക്കുന്നു. സിസ്റ്റർ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എന്ത് ചോദിച്ചാലും തർക്കുത്തരമേ പറയൂ. ഇങ്ങനെ തർക്കുത്തരം പറയുന്ന ഇവനെ ഞാൻ എന്താ ചെയ്യുക? ഇവർ നമ്മുടെ പിള്ളേരല്ലേ ടീച്ചറെ? എല്ലാവരും മിടുക്കന്മാരാണ്. ടീച്ചർ നോക്കിക്കോ. അശ്വഹൃദയങ്ങളെ വിശ്വദീപങ്ങളെ അക്ഷരപടിയിലെ ഗുരുഭൂതരെ മൊഴികളിൽ അഗ്നിയം മിഴികളിൽ സ്നേഹമായി മൊഴികളിൽ അഗ്നിയം മിഴികളിൽ സ്നേഹമായി ദൈവം കൊളുത്തിയ തിരിയാണു നിങ്ങൾ. കാലങ്ങൾ കടന്നുപോയി. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമുള്ള ശ്രീപുരം സ്കൂളിൻ്റെ ആനുവൽ ഡേ സെലിബ്രേഷൻ പൂർവാധികം ഭംഗിയോടെ നാം ഇന്ന് ആഘോഷിക്കുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായി നമുക്കിടയിലേക്ക് കടന്നു വരുന്നത് പുതുതായി ചാർജ് എടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ നന്ദകുമാർ IAS ആണ്. നിറഞ്ഞ ഹർഷാരവങ്ങളോടെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രിയമുള്ളവരെ, അടുത്തതായി ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി നന്ദകുമാർ സാറിനെ സ്വാഗതം ചെയ്യുന്നു.
സ്നേഹം നിറഞ്ഞ അധ്യാപകർ, നാളെയുടെ വരദാനമായ പ്രിയ വിദ്യാർത്ഥികൾ, ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. വിദ്യാലയ ജീവിതത്തിൻ്റെ ശരിക്കുള്ള മാധുര്യം നമുക്ക് അനുഭവവേദ്യമാകുന്നത് നമ്മൾ ഇവിടെ നിന്ന് പുറത്തു പോകുമ്പോഴാണ്. വളരെ മനോഹരമായ ഒരു പാട്ടാണ് ഈ സമയം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. പ്രിയവോടൊന്നു കൂടി തിരികെ വന്നു നിൽക്കാൻ കൊതിയായിരുന്നു എൻ്റെ അക്ഷരമാല കൊമ്പിലിരിക്കുന്ന പക്ഷിക കൂട്ടത്തിനായി. ഈ കലാലയത്തിന്റെ തിരുമുറ്റത്തേക്ക് കാലെടുത്ത് വച്ചപ്പോൾ എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ടോ നഷ്ടബോധം കൊണ്ടോ എന്താണെന്നറിയില്ല, വല്ലാതെ വിങ്ങുകയായി. ഞാൻ കളിച്ചു പഠിച്ചു വളർന്നത് ഈ വിദ്യാലയത്തിലായിരുന്നു എന്നത് ഇവിടെ ആർക്കും ഓർമ്മയുണ്ടാവില്ല. എൻ്റെ ജീവിത വിജയങ്ങൾക്ക് അടിത്തറ പാടി തന്ന ഇവിടുത്തെ പ്രിയ അധ്യാപകരോടും ഈ സ്കൂളിനോടുമുള്ള എൻ്റെ പ്രതിബദ്ധത വളരെ വലുതാണ്. അധികം പറഞ്ഞ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. എങ്കിലും എൻ്റെ ഹൃദയത്തിൽ ഞാൻ എന്നും മറക്കാൻ സൂക്ഷിക്കുന്ന ഒരു കാര്യം പറയാതെ വയ്യ. നിങ്ങളെക്കാളുമൊക്കെ കുസൃതിയും വികൃതിയുമൊക്കെയുള്ള ഒരു കുട്ടിയായിരുന്ന എന്നെ ഏറെ സ്വാധീനിച്ച, ഞാനെന്നും ഹൃദയത്തിൽ മറക്കാതെ സൂക്ഷിക്കുന്ന ഒരു രൂപമുണ്ട്. എന്നെ അടക്കിയിരുത്തുക, അടിക്കു പകരം സ്നേഹമാർന്ന തലോടലുകൾ തരുന്ന, അതിനെല്ലാം ഉപരി അമ്മയില്ലാതിരുന്ന എനിക്ക് ഒരു അമ്മയുടെ സ്നേഹം തന്ന ആ അമ്മയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. സിസ്റ്റർക്ക് എന്നെ ഓർമ്മയുണ്ട്. ഞാനാണ് എല്ലാവരും കളിയാക്കി മട്ടൻ പോക്കർ എന്ന് വിളിച്ചിരുന്ന നന്ദകുമാർ. മോനെ, ഇന്ന് എൻ്റെ ജീവിതം ധന്യമായി. കാരണം ഏതൊരു അധ്യാപകനും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും താൻ പഠിപ്പിച്ച കുട്ടികൾ ജീവിതത്തിൻ്റെ ഉന്നതിയിൽ എത്തിച്ചേരണമെന്നാണ്. ഇതാണ് ഒരു ശിഷ്യന് ഗുരുവിന് നൽകാവുന്ന ഏറ്റവും വലിയ ദക്ഷിണ. താങ്ക് യു മൈ സൺ. ഗോഡ് ബ്ലസ് യു. സ്കൂൾ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ സിസ്റ്റർ എൻ്റെ കയ്യിലേക്ക് വെച്ചിരുന്ന ഈ അമൂല്യമായ സമ്മാനമാണ് ജീവിതയാത്രയിൽ എനിക്കെന്തും കരുത്തായത്. അറിവാൻ കൈത്തിരിയും